ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിവിടെ കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾസ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടല്ലോ. ചില കൊച്ചു കൂട്ടുകാർക്കൊക്കെ എക്സാം എടുക്കുമ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹൗ ടു കൺസ്ട്രക്ട് 60 ഡിഗ്രിയാണ് മിസ് വരപ്പിക്കുന്നത്. അപ്പോൾ ഒരു ലൈൻ സെഗ്മെൻറ്റ് 5 സെൻറ്റിമീറ്റർ വരച്ചെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യണം. കണ്ടോ മിസ്? ഈ എയിലോട്ട് വെച്ചുകൊണ്ട് ഒരു ആർക്ക് കട്ട് ചെയ്തു. കാണാമോ? ഈ ആർക്കയിൽ എടുത്ത സെയിം മെഷർമെൻറ്റ് കൈമാറ്റാതെ ഒരു പ്രാവശ്യം കൂടെ കട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആങ്കിൾ 60 കിട്ടും. കാണാമോ? ഇതാണ് ആര്? ആങ്കിൾ 60. ഇനി അടുത്തത് ആങ്കിൾ 120 എങ്ങനെയാണ് വരയ്ക്കുന്നത്? കണ്ടോ? എ ബി എന്ന് പറയുന്നത് എത്ര മെഷർമെൻ്റ് ആണെങ്കിലും എടുക്കുക. ഒന്ന് പറഞ്ഞേ. കട്ടാൻ ആർക്ക് ഫ്രം എയിൽ നിന്നൊരു ആർക്ക് കട്ട് ചെയ്ത് ഇച്ചിരി വലിയ ആർക്ക് വേണം. 120 ഈസ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ, 60 ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ, മറക്കരുത്. അപ്പം ഇവിടുന്ന് ആ സെയിം വലിയ ആർക്കയിൽ ഫസ്റ്റ് കട്ടിങ് ഷോസ് 60 ഡിഗ്രി. സെക്കൻഡ് കട്ടിങ് കൈമാറ്റാതെ ഒന്നും കൂടെ കട്ട് ചെയ്യുമ്പം 60 + 60 ആര് കിട്ടി? യെസ്, 120 കിട്ടി. കണ്ടോ? ഓക്കെ ആയോ? ഇനിയും നമ്മൾ പെട്ടെന്ന് 90 കൂടെ മിസ് ഒന്ന് വരപ്പിക്കാം. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഫസ്റ്റ് യു ഡ്രോ എ പറഞ്ഞോ ലൈൻ സെഗ്മെൻറ്റ്. ദെൻ ആ സെൻറ്റൻസ് അതുപോലെ അങ്ങ് പറഞ്ഞു. കട്ടാൻ ആർക്ക് ഫ്രം എയിൽ നിന്നാണെങ്കിൽ ഇഷ്ടമുള്ള മെഷർമെൻറ്റിൽ ഒരാർക്കങ്ങ് കട്ട് ചെയ്തു. കണ്ടോ? ദെൻ ഫസ്റ്റ് കട്ടിങ് പറഞ്ഞു. വലിയ ആർക്കയിലെ ഫസ്റ്റ് കട്ടിങ് 60, സെക്കൻഡ് കട്ടിങ് 120. വാട്ട് ഈസ് 60 + 120? ഇത് 60 കട്ടിങ്, ഇത് 120 കട്ടിങ്. ആരെങ്കിലും പെട്ടെന്ന് കൂട്ടുകാരൊന്ന് ആഡ് ചെയ്തേ. 120 + 60 180. 180യുടെ പകുതിയല്ലേ 90. അപ്പോൾ 60യിൽ നിന്ന് സെയിം, ഞാൻ ഈ കോമ്പസ് മാറ്റിയിട്ടില്ല കണ്ടോ. 60യിൽ നിന്ന് മുകളിലോട്ടും 120 മുകളിലോട്ടും കണ്ടോ വരച്ച് അത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റ് വരച്ചപ്പോൾ കണ്ടോ ആരെ കിട്ടി? പെർപെൻഡിക്കുലർ ഓർ 90 ഡിഗ്രി കിട്ടി. ഓക്കെ ആയോ? ഇനി നമുക്ക് കൺസ്ട്രക്ഷൻ ഓഫ് ട്രയാങ്കിൾസിലോട്ട് പെട്ടെന്ന് മൂവ് ചെയ്യാം. കാണാമോ നോക്കിക്കേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ ABC in which AB 5 സെൻറ്റിമീറ്റർ. മിസ് ഒരു സ്കെയിൽ എടുത്തു. AB എന്തോ ആദ്യം അങ്ങ് വരയ്ക്കണം. കാണാമോ? AB = 5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0 5 വരെ. കണ്ടോ? 5 സെൻറ്റിമീറ്റർ വരച്ചു. ഇനിയും BC, അപ്പം ഉടനെ എഴുതിക്കോണം കേട്ടോ. ഉടനെ നിങ്ങൾ എഴുതണം ദിസ് ഈസ് AB. ഇനിയും BC 6ഉം AC 6.5. അപ്പം മിസ് ക്ലാസ്സിൽ എപ്പോഴും പറയും നിങ്ങൾ ആദ്യം ഒരു റഫ് ഫിഗർ വരയ്ക്കണമെന്ന് പറയും. ABC ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാമല്ലോ. AB തന്നിട്ടുണ്ട് 5, BC 6, AC 6.5. ഇനി ആരാ പെട്ടെന്ന് കോമ്പസേൽ BC 6 എടുത്തേ? 6 എടുക്കാൻ അറിയാമോ? 0 വയ്ക്കുവാണെങ്കിൽ 6 വരെ കോമ്പസ് ഒന്ന് മാറ്റി കൊണ്ടുവന്നേ. 6 വരെ. ഓക്കെ. ബി എന്ന് എന്തോ എടുക്കണമെന്നാ 6 എടുത്തൊരു വലിയ ആർക്ക് കട്ട് ചെയ്തു. ഇനി എന്ന് എത്ര എടുക്കണമെന്നാ മോനെ? 6.5. അപ്പോൾ ഇത് 6 കിടക്കുകയാണ്. ഒരല്പം കൂടെ എൻ്റെ കൈ മാറ്റിയപ്പോൾ എനിക്ക് 6.5 കിട്ടി. എവിടുന്ന്? എയിൽ ഇത് വെച്ചിട്ട് ഒരു 6.5 കട്ട് ചെയ്തു. ഓക്കെ ആയോ? നോക്കിക്കേ മിസ്സിന് ട്രയാങ്കിൾ കിട്ടിയോന്ന്. ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ABC ഇവിടെ C മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ഇനിയും
അടുത്ത ഒരു പ്രോബ്ലം പെട്ടെന്ന് എഴുതിക്കുക. ഞാൻ ഓരോ ഫിഗറേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ 3 സൈഡ്സിൻ്റെ കഴിഞ്ഞു. ഇനി ഈ 2 സൈഡ്സ് ആൻഡ് 1 ആംഗിൾ ഗിവൺ. അപ്പം ഉടനെ ഞാനൊരു റഫ് ഫിഗർ എനിക്ക് വരച്ചു. ABC. AB 5 പഴയതുപോലെ തന്നെ. CAB എന്ന് പറയുന്ന ആംഗിൾ 60 എന്ന് അവർ തന്നിട്ടുണ്ട്. പിന്നെ AC 6. ഏതാണ് AC? ഈ ലൈനാണ് 6. അപ്പോൾ അവിടെ ഞാൻ എഴുതി. ഓക്കെ, ആര് വരയ്ക്കും പെട്ടെന്ന്? മിസ്സിൻ്റെ കൂടെ വരച്ചോ. AB പറഞ്ഞേ. AB 5 സെൻറ്റിമീറ്റർ. ഓക്കെ, AB 5 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി മിസ് എങ്ങനെയാണ് 60 വരയ്ക്കാൻ പഠിപ്പിച്ചേ? എയിൽ നിന്നാണ് 60. പെട്ടെന്ന് പറഞ്ഞോ. കട്ട് ആൻ ആർക്ക് ഫ്രം എ, അല്ലേ? കട്ട് ആൻ ആർക്ക് ഫ്രം എ. ദ ഫസ്റ്റ് കട്ടിങ് ഗീവ്സ് 60 ഡിഗ്രി. പരിപാടി കഴിഞ്ഞു. ഫസ്റ്റ് കട്ടിങ് ആയിരുന്നു ആര്? 60 ഡിഗ്രി. അപ്പം മിസ് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഈ ആർക്കും പഴയ ആർക്കും കൂടെ കട്ട് ചെയ്യുന്നതിലോട്ട് വെച്ച് കണ്ടോ? കറക്റ്റായിട്ടൊരു ആംഗിൾ അങ്ങ് വരച്ചു. ഓക്കെ ആയോ? ഇനി അതേലാണ് ആര് കട്ട് ചെയ്യേണ്ടത്? AC 6 കട്ട് ചെയ്യേണ്ടത് അതേലാണ്. പെട്ടെന്ന് അതേ 6 എടുത്തു. അതേലോട്ട് 6 എടുക്കുക. 0യിലാണ് 1 കുത്തുന്നവർ 7 എടുത്തോണം. 0 കുത്തുന്നവർ 6. അത് എയിൽ നിന്ന് വരച്ചിട്ട ലൈനയിലാണ് കട്ട് ചെയ്യാവുന്നത്. നോക്കിക്കോണേ നിങ്ങളൊന്ന്. അത് മിസ്സിൻ്റെ സ്കെയിലും എല്ലാം കൂടെ പണി മുടക്കുക. കണ്ട ഈ ലൈന് മിസ് നീട്ടി അങ്ങ് വരച്ചങ്ങോട്ടിട്ട് ഇവിടെ കട്ട് ചെയ്ത് കിട്ടി എനിക്ക് 6. അപ്പോൾ ഈ ബിയിൽ നിന്ന് ഞാൻ എന്താ വരച്ചു? 6 വരച്ചിട്ട് ഇവിടെ മീറ്റ് ചെയ്ത പോയിന്റിന് ഞാൻ എന്തോ എഴുതി? ABC. കിട്ടിയൊന്ന് നോക്കിയേ. ABC. ഓക്കെ ആയോ? ദെൻ നെക്സ്റ്റ് പ്രോബ്ലം. മിസ്സിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യന് 1 സൈഡ് ആൻഡ് 2 ആംഗിൾസ് ഗിവണ. അപ്പം നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കണമെന്ന് മറക്കരുത്. ഞാനൊരു റഫ് ഫിഗർ വരച്ചു. AB ഈസ് ദെയർ. AB 6 സെൻറ്റിമീറ്റർ ആണ്. CAB എന്ന് പറയുമ്പോൾ മുകളിലായിരുന്നു CAB ഇത് 60. CBA തിരിച്ചിങ്ങോട്ട് 80. കണ്ടോ? ഓക്കെ ആയോ? ഇനി ആരാ പെട്ടെന്ന് വരയ്ക്കുന്നേ? ആദ്യം ഫസ്റ്റ് നമ്മളൊരു 6 സെൻറ്റിമീറ്റർ ഞാൻ വരയ്ക്കുവാണ് കേട്ടോ. 6 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പോകുന്നു. 1 2 3 5 6. കണ്ടോ? B 6 സെൻറ്റിമീറ്റർ എന്ന് വരച്ചു. ആംഗിൾ എ എന്ന് പറയുന്നത് 60. അപ്പം നമുക്ക് 60 ഡിഗ്രിക്ക് ഞാൻ എന്താ മെത്തേഡ്? യൂസിങ് ദ പ്രൊട്രാക്ടർ അല്ല കോമ്പസ് വെച്ച് ഞാനൊരു ആർക്ക് വരച്ചു. സാധാരണ പഠിപ്പിക്കുന്ന പോലെ അല്ല ഈ കൺസ്ട്രക്ഷൻ പഠിപ്പിക്കുമ്പോഴേ. കണ്ടോ? ദെൻ ഫസ്റ്റ് കട്ടിങ് 60. അപ്പം നമ്മൾ ഉടനെ ആര് വരച്ചു? 60 വരച്ചിട്ടു. നീട്ടി ഞാനങ്ങ് വരച്ചിട്ടു. ഓക്കെ, ഇനി ആംഗിൾ ബിയിൽ നിന്ന് മോനെ 80. മിസ്സ് നോക്കിയപ്പോൾ മിസ്സിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനകത്ത് പ്രൊട്രാക്ടർ കാണുന്നില്ല. അപ്പോൾ മിസ് ഒരു പ്രൊട്രാക്ടർ അങ്ങ് ഉണ്ടാക്കി. അപ്പോൾ പ്രൊട്രാക്ടറിലെ നടുക്കത്തെ പോയിൻ്റ് 0 ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഇങ്ങോട്ട് ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഇവിടുന്ന് 0 10. ഇപ്പുറത്തോട്ടാണെങ്കിൽ ഇവിടുന്ന് അല്ലേ? അപ്പോൾ ഞാൻ ഈ ബിയുടെ അവിടെ 0 വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? ബിയുടെ അവിടെ 0 വെച്ചു. പക്ഷേ ഇവിടുന്നുള്ള ഏതെഴുതണം? ഇവിടെ 0 മുതൽ തുടങ്ങുന്നതുണ്ട്. കാരണം നമ്മുടെ ലൈൻ ഇങ്ങോട്ടാണ് കിടക്കുന്നത്. 0 10 20 30 40 50 60 70 80 90 അല്ലേ? 90 രണ്ട് സെയിം ആകും. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു വന്നപ്പോൾ പ്രൊട്രാക്ടർ എടുത്ത് നോക്കണേ കറക്റ്റ് ആകുന്നോന്ന്.
താണ്ട് ഇവിടെ എനിക്ക് 80. ഞാനപ്പോൾ അവിടെ അങ്ങ് എവിടുന്നാ എണ്ണിയെ ലൈൻ ഇങ്ങോട്ട് കിടക്കുന്നത് കൊണ്ട് 0A BAലോട്ട് 0 ജോയിൻ ചെയ്തിട്ട് പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ എനിക്ക് ഈ സൈഡിൽ നിന്ന് എണ്ണണം 80. അപ്പം ഞാൻ ഇവിടെ 80 എന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഈ പ്രൊട്രാക്ടർ അങ്ങ് മാറ്റി കണ്ടോ. എന്നിട്ട് ഞാൻ എന്തോ ചെയ്യാൻ പോവുകയാണ് ഇനിയും ഞാൻ ഈ ബി നേരെ വരയ്ക്കാൻ പോവാം. എൻ്റെ 80 വരയ്ക്കാൻ പോവാം. 80 വരച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ആദ്യത്തെ ലൈനുമായിട്ട് മുട്ടിയില്ല. അപ്പം ഞാൻ എന്തോ ചെയ്തു ഓടിപ്പറ. ഞാൻ ഇതങ്ങ് നീട്ടി വരച്ചിടാൻ പോവുക. അത്രയേ ഉള്ളൂ. അല്ലാതല്ലേ എവിടെയെങ്കിലും മുട്ടിക്കണം നമുക്ക്. മുട്ടിച്ചോ. ഇത് 60യുടെ വര ഇങ്ങനെ വന്ന് ഈ 80യുടെ വരയുമായിട്ട് ഓക്കെ സി. അപ്പോൾ എൻ്റെ ഫിഗർ നോക്കിക്കേ ABC കണ്ടോ. 60 വേണമെങ്കിലും പ്രൊട്രാക്ടർ വരയ്ക്കാം കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. ദാണ്ട് ഇങ്ങോട്ട് നോക്കിക്കോ. 0Aലോട്ട് വെച്ചു. ഇവിടുന്ന് എണ്ണി വരുമ്പോൾ ആരെ വന്നോളും കറക്റ്റ് 60യുടെ അവിടെ ഇങ്ങനെ കയറി വരും കണ്ടോ. 60യുടെ അവിടെ വന്ന് അത് വരച്ചാലും മതി. സാധാരണ ഇതാണ് നല്ലത്. ഇപ്പോൾ പിടി കിട്ടിയോ? ഓക്കെ ആയോ? ഇനി പെട്ടെന്നൊരു അടുത്തൊരു പ്രോബ്ലം കൂടെ ചെയ്യട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാറ് ചാൻസ് ഉള്ളത് കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരാം 6കാർക്കും 7കാർക്കും ഒക്കെ. വാട്ട്സ് ദ മീനിങ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ? Equilateral triangle means all the 3 sides of a triangle are equal and all the 3 angles are equal and also each one equal to 60 degree. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എന്ത് കണ്ടോ, കൺസ്ട്രക്റ്റ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 5. പെട്ടെന്ന് സൈഡ് 5 ഒന്ന് വരയ്ക്കാം നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? ആർക്കൊക്കെയോ അത്യാവശ്യമാണെന്ന് പറഞ്ഞതിന് ഞാൻ പെട്ടെന്ന് വരയ്ക്കുക കേട്ടോ. ഓക്കെ, AB 5 കിട്ടി. ഇനി എന്തോ ചെയ്യണമെന്നറിയാമോ? വേണമെങ്കിൽ 2 സൈഡിൽ നിന്ന് 60 വരയ്ക്കാം. പക്ഷേ ഈ സെയിം AB എത്ര ആണ് നിങ്ങൾ വരച്ചേക്കുന്നത്? 4 ആണേ 4, 5 ആണേ 5, 6 ആണേ 6. കണ്ടോ, ഞാനത് ഒന്ന് മെഷർ ചെയ്ത് കണ്ടോ. എന്നിട്ട് Aയിൽ നിന്ന് മുകളിലോട്ടൊരാർക്ക്, ബിയിൽ നിന്നും സെയിം ആർക്ക് കണ്ടോ. അപ്പോൾ ആരായി? കറക്റ്റ് എനിക്ക് കിട്ടും. നോക്കിക്കോണേ. ABC ഈസ് ആൻ C കിട്ടി കണ്ടോ. ABC ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ ആയോ? നമുക്കൊരു കൺസ്ട്രക്ഷൻ കൂടെ വരയ്ക്കാം. ഹെഡിങ് എഴുതിക്കോ. കൺസ്ട്രക്ഷൻ ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. വാട്ട്സ് ദ മീനിങ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ? യെസ്, 1 ആംഗിൾ ഈസ് 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഉടനെ റഫ് ഫിഗർ വരച്ചു. ഇവിടെ അവർ പ്രത്യേകം പറയുന്നു റൈറ്റ് ആംഗിൾഡ് അറ്റ് എ ആണ് 90 വരേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് എ, 90 ഡിഗ്രി. ABC എത്ര? 5.5. AC എത്ര? 6. ഇവിടാണ് AC. ഓക്കെ, അപ്പം ഞാൻ ഉടനെ AB ആരെ വരച്ചു മോനെ? 5.5 സെൻറ്റിമീറ്റർ വരച്ചു. ദെൻ ഹൗ ടു കൺസ്ട്രക്റ്റ് 90 ഡിഗ്രി? മിസ് ആദ്യം ഒന്ന് പറഞ്ഞതാ, പെട്ടെന്ന് പറഞ്ഞു. കട്ട് ആൻ ആർക്ക് ഫ്രം A. ഫസ്റ്റ് കട്ടിങ് 60 ഡിഗ്രി, സെക്കൻഡ് കട്ടിങ് 120 ഡിഗ്രി, 60 മുകളിലോട്ട് 120 മുകളിലോട്ട്. അതർവൈസ് 60 120 ബൈസെക്ഷൻ ഈസ് 90. കണ്ടോ, 60 എന്നും 120 എന്നും നേരെ വരച്ചപ്പോൾ കണ്ടോ മിസ്സിന് കിട്ടുന്ന കാണാമോ? കണ്ടോ. അപ്പോൾ എയും ബിയും ഉണ്ട്. ഇനി AC 6. എന്ത് എളുപ്പമാണെന്ന് നോക്കിക്കേ, ഈസി ആയിട്ട് മാർക്ക് മേടിക്കുക. ഉണ്ടോ, AC 6 എടുക്കുക. 6. വെരി ഗുഡ്. എയിൽ നിന്ന് നോക്കിയപ്പോൾ ഇച്ചിരി കൂടെ മുകളിലായിപ്പോയി. കണ്ടോ. അപ്പോൾ എന്താ ചെയ്താൽ മതി, നമ്മുടെ കയ്യിലല്ലയോ സ്കെയിലും പെൻസിലും ഒക്കെ നമ്മുടെ കയ്യിലിരിക്കുമ്പോഴാണ് നമ്മളെ തോപ്പിക്കാൻ വരുന്നത്. ഞാൻ വെച്ചടിച്ചങ്ങ് നീട്ടി. C കണ്ടോ, AC ആര് കിട്ടി? 6. അപ്പോൾ ഇനി നമുക്ക് ജോയിൻ ചെയ്യാൻ, ഇവരിങ്ങനെ ജോയിൻ ചെയ്യാൻ കിടക്കുക. കണ്ടോ, BC. Therefore
ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ABC. റൈറ്റ് ആംഗിൾഡ് അറ്റ് A. ഓക്കെ ആയോ? പെട്ടെന്ന് ട്രയാങ്കിൾസ് പഠിക്കുന്നവർ ഈ പ്രോബ്ലംസും കൂടെ ഒന്ന് പഠിക്കും അല്ലേ? നമ്മൾ കൺസ്ട്രക്ഷൻ്റെ 3-4 പ്രോബ്ലം മാത്രം പോരല്ലോ. വാട്ട്സ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ? സേ ലൗഡ്ലി. യെസ്, 180. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180. അപ്പോൾ മിസ് ഒരു ഫിഗർ തന്നു, 60, 80, X. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്തോ എഴുതണം? ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എയുടെ താഴെ 60, ബിയുടെ താഴെ 80, സിയുടെ താഴെ ആരാ? X. അപ്പം 2 സമ്മുണ്ട്. 80 പ്ലസ് 60 140 പ്ലസ് എക്സ് 180. അപ്പോൾ എക്സ് ആണ് വേണ്ടത്. 140 വെൻ വി കൺവേർട്ട് ഇൻ ദ അതർ സൈഡ് പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ ആരാകും മോനെ? മൈനസ്. 180 മൈനസ് 140 ഈസ് 40 ഡിഗ്രി. പെട്ടെന്ന് കിട്ടിയോ? ഇനി എക്സ് വെച്ച് തരുവാണെങ്കിലോ? ABC ഈസ് എ ട്രയാങ്കിൾ. വാട്ട് ഈസ് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C? ഒറ്റ കാര്യമേ ഉള്ളൂ, 180. എല്ലാ ആംഗിളും എക്സ് പ്ലസ് എക്സ് ഈസ് 180. വാട്ട് ഈസ് എക്സ് പ്ലസ് എക്സ്? ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ. മിസ് അതിൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ വേണമെന്ന് പറഞ്ഞതിന് 3x ഈക്വൽ ടു 180 ആണോ? ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 180/3 60. എക്സ് എല്ലാം 60 ആണെങ്കിൽ മിസ് നേരത്തെ കൺസ്ട്രക്ഷൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ. Angle A 60, angle B 60, angle C also 60. The 3 angles are same, therefore it is an equilateral triangle. Equilateral triangle. Okay ആയോ? Just miss ഒന്ന് ഓടിച്ച് പറയുക. Okay, here our aim is to find angle C. ഈ C ആണ് എൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു ഔട്ട്സൈഡ് ആംഗിൾ ഉണ്ടല്ലോ മോനെ. You know that the outside angle and the inside angle എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ പെയറാണ്. ഇവിടെ 100 ലീനിയർ പെയറിന് ഇപ്പുറത്ത് ഞാൻ ഒരു എക്സ് കൊടുക്കുക കേട്ടോ. അപ്പം യു നോ ദാറ്റ് ദിസ് ഈസ് എ ലൈൻ. ആംഗിൾ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഓൾസോ 180. അപ്പോൾ 100 പ്ലസ് എക്സ് 180. therefore എക്സ് എന്താ മോളെ? 180 മൈനസ് 100 ഈക്വൽ ടു 80. അപ്പോൾ ഞാൻ ഉടനെ ഇവിടെ എക്സ് ഈക്വൽ ടു 80 എന്ന് എഴുതി. ഓക്കെ ആയോ? ഇനി എഗെയിൻ യു നോ ദാറ്റ് നമ്മുടെ സം പ്രോപ്പർട്ടി ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180. സം ഓഫ് ദ ആംഗിൾസ്. എയുടെ അവിടെ 40, ബിയുടെ ഔട്ട്സൈഡ് ആംഗിൾ അല്ല വേണ്ടത്, ഇൻസൈഡ് ആംഗിൾ 80 പ്ലസ് ആംഗിൾ C ഈസ് 180. ആരാ പെട്ടെന്ന് പറയുന്നത്? 40 പ്ലസ് 80 120 പ്ലസ് ആംഗിൾ C ഈസ് 180. ആംഗിൾ C ഈക്വൽ ടു 180 മൈനസ് 120 ആണോ? മിസ്സിന് ഇച്ചിരി സ്പീഡാണോ? സമയം ഓടിപ്പോകുന്ന കാണുമ്പോൾ മിസ്സിന് അങ്ങ് സ്പീഡ് വരുന്നതാണ്. ഓക്കെ, 60 കിട്ടിയോ? ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് സാവകാശം കണ്ടാൽ മതി. ഓക്കെ, ഇവിടെ കണ്ടോ 2 ഔട്ട്സൈഡ് ആംഗിൾ. അവരെന്ത് കാര്യമാണ് ചെയ്തത് അല്ലേ? ഞാനപ്പോൾ ഉടനെ ഇതിന് എക്സ് എന്നും അകത്തെ വാക്ക് വൈ എന്നും കൊടുത്തു. പെട്ടെന്ന് ആര് പറയും? 120 പ്ലസ് എക്സ് ലീനിയർ പെയർ ഓർ സ്ട്രെയിറ്റ് ലൈൻ ആംഗിൾ 180. എക്സ് ഈക്വൽ ടു 180 മൈനസ് 120 ദാറ്റ് ഈസ് 60 ഡിഗ്രി. അപ്പം അകത്തെ ഇവിടെ 60 കിട്ടിയോന്ന് പറ. ഒരു സന്തോഷവും ഇല്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. വൈ പ്ലസ് 110ഉം ഇവരും ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടോ. therefore that is also 180. വൈ എത്ര മോനെ? 180 മൈനസ് 110 70. ഉടനെ ഞാൻ ഇവിടോട്ട് 70 എഴുതി. എഴുതുന്നുണ്ടോ മിസ്സിൻ്റെ കൂടെ? മിടുക്കന്മാരല്ലേ നിങ്ങൾ? ഇനി വീണ്ടും പറഞ്ഞോ. ആംഗിൾ A അറിയത്തില്ല പ്ലസ് ആംഗിൾ B 60 ആംഗിൾ C 70 ഈക്വൽ ടു 180. എങ്ങനെയൊക്കെ അവർ കറങ്ങി ചോദിക്കുക അല്ലേ? ആംഗിൾ A ഈസ് ഇവിടെ 7 പ്ലസ് 6 130 കിട്ടും. 180 മൈനസ് 130 ഈക്വൽ ടു 50 കിട്ടിയവരുണ്ടോ? വെരി ഗുഡ്. എന്നെ കാട്ടി മിടുക്കരാ നിങ്ങൾ. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരല്ലേ, നിങ്ങൾക്ക് പെട്ടെന്നല്ലേ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 3:2:1. ഫൈൻഡ് ഈച്ച് ആംഗിൾ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 3 ആംഗിളിൻ്റെ ഏത് ചാപ്റ്ററിലും റേഷ്യോ തന്നാൽ എന്തെടുക്കണമെന്നാണ് മിസ്സ് പറഞ്ഞേക്കുന്നത്?
യെസ് 3x പ്ലസ് 2x പ്ലസ് 1x. ഇനി എങ്ങനെയൊക്കെ കൂട്ടിയാലും സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180. പറഞ്ഞ മോനെ 3 2 5 1 6. 6x ഈക്വൽ ടു 180. എക്സ് ഈക്വൽ ടു 180/6. 30 കിട്ടിയവരുണ്ടോ? കൈയൊക്കെ ഇച്ചിരി സ്പീഡിൽ അങ്ങോട്ട് ഓടട്ടെ. ദെൻ ആംഗിൾ 1 ആണ് 3x. 3 × 30 പറഞ്ഞോ. 3 3 90. ഓക്കെ. ആംഗിൾ 2 ആരാ? 2x. അത് 2 × 30 പറ മോനെ 60. ആംഗിൾ 3 ആരാ? 1x. 1 × 30 ദാറ്റ് ഈസ് 30. അങ്ങനെയാണ് നിങ്ങളോട് മിസ് ചോദിക്കുക, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ട്രയാങ്കിൾ? ഒരാംഗിൾ 90, രണ്ടാമത്തത് 60, മൂന്നാമത്തത് 30. ഒരാംഗിൾ 90 ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താ? യെസ്, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരുന്നു ഈ തന്നത്. ഓക്കെ, ഇനി ഒറ്റ ക്വസ്റ്റ്യനോട്. ഇൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ, വാട്ട് ഇസ് ദ മീനിങ് ഐസോസെലസ് ട്രയാങ്കിൾ? യെസ്, 2 sides ആർ ഈക്വൽ. 2 sides ഈക്വൽ. അപ്പം ഞാൻ ഇതും ഈക്വൽ, ABC. അപ്പം ഒബ്റ്റ്യൂസ് ആംഗിൾ ഒരിക്കലും ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആകത്തില്ല. 110 110 കൂടെ കൂട്ടിയാൽ 220 കിട്ടും. മനസ്സിലായോ? ആകെ 180 ഉള്ളൂ. രണ്ടും കൂടെ കൂട്ടിയാൽ 220 പറ്റത്തില്ല. അപ്പോൾ ബേസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈക്വൽ ആയിരിക്കും BUX CUX. അപ്പം എക്കാണ് 110 കൊടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്, 110 + x ഈക്വൽ ടു 180. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ പഠിപ്പിക്കുന്നുണ്ട്. എക്സും എക്സും കൂടെ കൂട്ടി x² എന്നൊന്നും എഴുതി കളയരുത്. എക്സും എക്സും കൂടെ കൂട്ടിയാൽ 2x ഈക്വൽ ടു 180. 2x കാണണമെങ്കിൽ 180 - 110. 70 കിട്ടിയോ? therefore x ഈക്വൽ ടു 70/2, 35 ഡിഗ്രി. ഓക്കെ ആണോ? നന്നായിട്ട് അങ്ങോട്ട് പഠിച്ച് ഫുൾ മാർക്ക് മേടിച്ചിട്ട് മിസ്സിന് കമൻറ്റ് ഇടണം. ഓക്കെ. ആർക്കെങ്കിലും ഫ്രണ്ട്സിന് അത്യാവശ്യ ദിവസങ്ങളാണ്, അതുകൊണ്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. സ്റ്റഡി വെൽ.